വിശുദ്ധ കഅബാലയ ചരിത്രത്തിന്റെ 10ാം ഭാഗമാണ് ഈ വീഡിയോ. ഹിജ്റ വർഷം 1039 ശഅബാൻ മാസത്തിൽ മക്കയിലുണ്ടായ ശക്തമായ മഴയിൽ തകർന്ന കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരവധി സാമഗ്രികളും തൊഴിലാളികളും ഇസ്താംബൂളിൽ നിന്നും ഈജിപ്തിൽ നിന്നും മക്കയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അടുത്ത വർഷം റബിയുൽ ആഖിറിൽ ശുബൈക്കയിലെ ജബലുൽ കഅബ എന്ന കുന്നിൽ നിന്നും വലിയ കരിങ്കല്ലുകൾ വെട്ടിയെടുത്ത് മസ്ജിദുൽ ഹറമിൽ എത്തിക്കാൻ തുടങ്ങി. അനന്തരം കഅബയുടെ ചുമരുകളെല്ലാം പൊളിച്ചു നീക്കി പുനർനിർമ്മാണം ആരംഭിച്ചു. ചുമരുകളുടെ അടിഭാഗം പുതിയ കല്ലുകളും മുകൾ ഭാഗത്ത് കഅബയുടെ പഴയ കല്ലുകൾ ചെത്തിമിനുക്കിയും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടു. ഹിജ്റ 1040 ദുൽഖഅദ് മാസം അടുത്തപ്പോഴേക്ക് പുനർനിർമ്മാണത്തിന്റെ മിക്ക ജോലികളും കഴിഞ്ഞിരുന്നു. തുടർന്ന് കഅബയുടെ 11ാമത്തെ നിർമ്മാണത്തിന്റെ ചരിത്രവും മറ്റും മാർബിളിൽ എഴുതി കഅബയിൽ പതിച്ചു. 1040 ദുൽഹജ്ജ് 2 കഅബ കഴുകി സുഗന്ധം പുകക്കലടക്കമുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കപ്പെട്ടു. ഉസ്മാനിയ ഖിലാഫത്തിന്റെ സുൽത്താൻ മുറാദ് ഖാൻ എന്ന ഭരണാധികാരിയുടെ കാലത്ത് നടത്തിയ ഈ നിർമ്മാണ രൂപത്തിലാണ് ഇന്ന് കഅബ സ്ഥിതി ചെയ്യുന്നത്. വാതിലിലും മച്ചിലും മറ്റും ചെറിയ തോതിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അതിനുശേഷവും നടന്നിട്ടുണ്ടെന്ന് മാത്രം. സൗദി ഗവൺമെന്റ് ഹിജ്റ 1375 തുടക്കം കുറിച്ച മസ്ജിദുൽ ഹറാം വിപുലീകരണം നടന്നുകൊണ്ടിരിക്കെ കഅബത്തിന്റെ ചുമരുകളിൽ ചില വിള്ളലുകൾ മേൽത്തട്ടിൽ വിടവുകളും ഉള്ളതായി കണ്ടെത്തി. ഉടനെ കേടുപാടുകൾ പഠിക്കുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനുമായി പണ്ഡിതരും എഞ്ചിനീയർമാരും മറ്റും അടങ്ങിയ ഒരു കമ്മിറ്റിയെ സൗദി ഗവൺമെന്റ് നിയോഗിച്ചു. കമ്മിറ്റിയുടെ പഠനത്തിൽ കഅബയുടെ മരത്തടി ഉപയോഗിച്ച് നിർമ്മിച്ച 2 തട്ടുകളുണ്ടെന്നും 2നിടയിൽ 1.35 മീറ്റർ അകലമുണ്ടെന്നും 2 തട്ടുകളുടെയും മരങ്ങൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ച് ദുർബലമായിട്ടുണ്ടെന്നും വ്യക്തമായി. അതുപോലെ കഅബയുടെ വടക്കും പടിഞ്ഞാറുമുള്ള ചുമരുകളിൽ വിള്ളലുകളും വിടവുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തി. ഒരു വർഷത്തിലധികം കഴിഞ്ഞ് ഹിജ്റ 1377 റജബ് 18 പ്രഭാതത്തിൽ സ്വദേശികളും വിദേശികളുമായ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കിരീടാവകാശി ഫൈസൽ രാജാവിന്റെ നേതൃത്വത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കകം പണി പൂർത്തിയായി. അതേ വർഷം ശഅബാൻ 11 ശനിയാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് സൗദി രാജാവ് അകച്ചുമരിലെ അവസാനത്തെ മാർബിൾ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ഹിജ്റ 1417 വീണ്ടും സൗദി ഗവൺമെന്റ് കഅബത്തിന്റെ മുകൾ തട്ട് പുതുക്കി പണിയുകയും മറ്റ് കേടുപാടുകൾ തീർക്കുകയുമുണ്ടായി. അതിനുശേഷവും ചെറിയ ചെറിയ മോടി പിടിപ്പിക്കലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഉസ്മാനിയ ഖിലാഫത്തിന്റെ സുൽത്താൻ മുറാദ് ഖാൻ നിർമ്മിച്ച അഥവാ ഖുറൈശികൾ പണിത രൂപത്തിൽ വിശുദ്ധ കഅബ ഇന്നും മാറ്റം വരാതെ നിലനിൽക്കുന്നു.